അത് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ നേരത്തെ പ്ലേറ്റ് എർത്തിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ സാധാരണ ഈ പ്ലേറ്റ് എർത്തിങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എക്സലിൻ്റെ അല്ലെങ്കിൽ ഏത് കമ്പനി ആണെങ്കിലും അതിലിടുന്ന നെട്ടും ബോൾട്ട് ഉണ്ടല്ലോ, അത് ചെറുതായിരിക്കും. 10 mm ആയിരിക്കും നെട്ടും ബോൾട്ട് ഇട്ടുണ്ടാവുക. ഇത് SS ആണ് വരും കേട്ടോ. അപ്പോൾ നമ്മളത് 13 mm ആക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ഇത് കാണാണ്ടോ, ഇതിപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് ഇപ്പോൾ 10 mm ആണ്. ഈ 10 mm എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഹോളാണ് കേട്ടോ. ഇത്രയും വലിയ ഹോളിൽ ചെറിയ 10 mm ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈറ്റിങ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ എല്ലാ പ്ലേറ്റ് എടുത്തെങ്കിലും ഇതേപോലെ 13 SS നെട്ടും ബോൾട്ടും വാങ്ങിയിട്ടാണ് ഇടാറ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഹോളിൽ കറക്റ്റായിട്ട് കിട്ടും. അതായത് ഈ ഹോളിൽ കറക്റ്റ് ലെവലിൽ കിട്ടും. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു വ്യത്യാസം കണ്ടോ, ഇത്രയൊക്കെ പിടുത്തം കിട്ടുള്ളൂ. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് പിടുത്തം കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ GA പൈപ്പ് വെച്ചിട്ട് ഇതിൽ സെറ്റ് ചെയ്യും. ആ GA പൈപ്പിൽ നമ്മൾ കറക്റ്റ് നെട്ടും ബോൾട്ടും SS ഇട്ടിട്ട് ആ കോപ്പർ റാഡ് വളച്ചിട്ട് അതിൽ കൊടുക്കും കേട്ടോ. കറക്റ്റായിട്ട് സ്ട്രോങ്ങിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇത് ലൈറ്റ് കൊണ്ടുപോയിട്ട് ഹോൾ അടിക്കും കേട്ടോ. ഈ കാണുന്ന പട്ടൊക്കെ പോയിട്ട് ഹോൾ അടിക്കണം. അതിൽ പട്ട വരുന്നുണ്ട്. ആ പട്ട നമുക്ക് ഹോൾ അടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനാണ് പട്ട വരുന്നത്. ഇത് ഹോൾ അടിക്കണം. അതേപോലെ കോപ്പറിൻ്റെ പട്ടയും വരുന്നത്.